വാഹനം പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലിയുണ്ടായ നിസ്സാരമായ വാക്കുതർക്കത്തെ തുടർന്ന് ക്രൂരമായി തലയ്ക്ക് വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന വയോധികൻ ദാരുണമായി മരണത്തിന് കീഴടങ്ങി. കൊല്ലം പരവൂർ കോട്ടപ്പുറം ഉഷസ്സിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന ബാലചന്ദ്രൻ ഉണ്ണിത്താനാണ് ദിവസങ്ങളോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പോരാടിയ ശേഷം മരണമടഞ്ഞത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയായ ഓട്ടോറിക്ഷ ഡ്രൈവറെ അന്നുതന്നെ പരവൂർ പോലീസ് പിടികൂടി ജയിലിലടച്ചിരുന്നു. കഴിഞ്ഞ ജൂലൈ 6-നായിരുന്നു നാടിനെ ഒന്നടങ്കം നടുക്കിയ ക്രൂരമായ അക്രമ സംഭവം നടന്നത്. ബാലചന്ദ്രൻ ഉണ്ണിത്താൻ കുടുംബസമേതം വാടകയ്ക്ക് താമസിക്കുന്ന കോട്ടപ്പുറത്തെ വീടിന് മുന്നിലെ വഴി തടസ്സപ്പെടുത്തി പ്രതിയായ പരവൂർ കോട്ടപ്പുറം പുതിയത് തെക്കേ വീട്ടിൽ തൊടിയിൽ ഉല്ലാസ് മോഹനൻ തന്റെ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കമിട്ടത്. വീടിന് മുന്നിൽ വാഹനം കൊണ്ടിട്ടത് ചോദ്യം ചെയ്ത ബാലചന്ദ്രൻ ഉണ്ണിത്താനോട് ഉല്ലാസ് മോഹനൻ മോശമായി സംസാരിക്കുകയും ഇരുവരും തമ്മിൽ അവിടെ വെച്ച് കടുത്ത വാക്കുതർക്കം ഉണ്ടാവുകയുമായിരുന്നു. സംഭവം നടക്കുമ്പോൾ ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കം രൂക്ഷമായതോടെ ബാലചന്ദ്രൻ ഉണ്ണിത്താന്റെ മകൻ ഭരത്തും അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കളും അടിയന്തരമായി സ്ഥലത്തെത്തുകയായിരുന്നു. വഴിയടച്ച് വാഹനം നിർത്തിയിട്ടതിൽ ഉല്ലാസിന്റെ അനാവശ്യ നടപടിയെ ഭരത്തും സുഹൃത്തുക്കളും ശക്തമായി തന്നെ ചോദ്യം ചെയ്തു. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് കണ്ടതോടെ താൽക്കാലികമായി അവിടെ നിന്ന് മടങ്ങിയ പ്രതി ഉല്ലാസ് മോഹനൻ മനസ്സിൽ കടുത്ത പ്രതികാരവും വൈരാഗ്യവും വച്ചു പുലർത്തുകയായിരുന്നു. തുടർന്ന് സ്വന്തം വീട്ടിൽ പോയി മൃഗീയമായി ആക്രമിക്കാൻ തക്ക മാരകമായ വെട്ടുകത്തിയുമായി ഉല്ലാസ് മിനിറ്റുകൾക്കുള്ളിൽ വീണ്ടും സംഭവസ്ഥലത്തേക്ക് തിരികെ സ്ഥലത്തെത്തിയ പ്രതി യാതൊരുവിധ പ്രകോപനവുമില്ലാതെ വീടിന് മുന്നിലെ വഴിയരികിൽ നിൽക്കുകയായിരുന്ന നിരപരാധിയായ ബാലചന്ദ്രൻ ഉണ്ണിത്താന്റെ തലയ്ക്ക് നേരെ കയ്യിലിരുന്ന വെട്ടുകത്തി കൊണ്ട് ആഞ്ഞു വെട്ടുകയായിരുന്നു. കണ്ണടച്ചു തുറക്കുന്ന വേഗതയിലുണ്ടായ ഈ ക്രൂരമായ അക്രമം തടുക്കാനും വയോധികനായ പിതാവിനെ രക്ഷിക്കാനും ഓടിയെത്തിയ മകൻ ഭരത്തിനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും പ്രതിയെ കീഴടക്കാനുള്ള കടുത്ത ശ്രമത്തിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റു. ചോരയിൽ കുളിച്ച ബാലചന്ദ്രൻ ഉണ്ണിത്താൻ നിലത്തു വീണതോടെ സ്ഥലത്ത് വലിയ പരിഭ്രാന്തി പടർന്നു. ഒടുവിൽ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഒത്തുചേർന്നാണ് വധശ്രമത്തിനു ശേഷം അക്രമാസക്തനായി നിന്ന ഉല്ലാസിനെ ബലമായി കീഴ്പ്പെടുത്തി വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസിൽ ഏൽപ്പിച്ചത്. സംഭവത്തിൽ തലയ്ക്ക് അങ്ങേയറ്റം മാരകമായി വെട്ടേറ്റ് രക്തം വാർന്ന നിലയിലായിരുന്ന ബാലചന്ദ്രനെ ഉടൻ തന്നെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ദീർഘനാളത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷവും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. സംഭവ ദിവസം തന്നെ പരവൂർ പോലീസ് സ്ഥലത്തെത്തി പ്രതിയായ ഉല്ലാസ് മോഹനനെ ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. വധശ്രമം അടക്കമുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തിയായിരുന്നു ഇയാൾക്കെതിരെ പോലീസ് അന്ന് കേസെടുത്തിരുന്നത്. എന്നാൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വയോധികനായ ബാലചന്ദ്രൻ ഉണ്ണിത്താൻ ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയതോടെ കേസിൽ നിലവിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിക്കെതിരെ പോലീസ് ഇപ്പോൾ കൊലപാതക കുറ്റം ചുമത്തി കേസ് വിപുലീകരിച്ചു. അനാവശ്യമായ വാക്കുതർക്കത്തിന് ശേഷം വീട് കയറി നടത്തിയ ഈ പൈശാചികമായ അക്രമത്തിലും വയോധികന്റെ ദാരുണമായ വേർപാടിലും വലിയ രീതിയിലുള്ള പ്രതിഷേധവും അമർഷവുമാണ് പരവൂരിലെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉയരുന്നത്.